നിങ്ങളെ മെനഞ്ഞ ഭാഗമായി സ്വർണ്ണപ്രതാപമായി കിടക്കുന്ന ഈ പാടം പറയുന്നത് അന്ന് ഇതിന് നിനക്കറിയാലോ ബാക്കി ഇനി പാടം ജോലി കിട്ടിയതിന് ശേഷം എനിക്കത് വേറെ അതിനോട് കഴിയുന്നതൊന്നുമില്ല. അതിന് ഉള്ളതെല്ലാം ഓരോരുത്തരായിട്ട് പേരൊന്നില്ല. അതെ, പാടം കർഷകരുള്ള പണിയെടുക്കുന്നവരാണ് അതിന്റെ ഉടമസ്ഥാവകാശം. അതുകൊണ്ട് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് കൂടിയേ എനിക്ക് അധികാരമുള്ളൂ. കൊയ്ത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ പാടം ഞാൻ എന്റെ പേരിൽ എഴുതരാൻ പോവാ. നീ നടന്നു എനിക്ക് അത് വേണ്ട, അത് വേണ്ട. ആകെ ഈ കൃഷിഭൂമി മാത്രമേ ഉള്ളൂ. അത് അവിടുത്തെ സ്വന്തമായി തന്നെ ഇരുന്നുണ്ട്. നീ ഒന്നും പറയണ്ട. ഇത് വളരെ കാലമായിട്ട് ഒരു ആഗ്രഹം ഞാൻ തീരുമാനിച്ചിരിക്കും. എന്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല ജോലിക്കാരാണ്. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് വലിയ വിഷമം തോന്നിട്ട് ഇതൊന്നും കാര്യമില്ല. എന്നാ പിന്നെ വൈകിട്ട കൊയ്ത്തുമായിട്ട് പറഞ്ഞ തുടങ്ങിപ്പോളെ ഇനി അത് തുടങ്ങാം. പോകാൻ നീയും മേലെ മാടവും വൈദ്യു പോകാൻ നീയും പെണ്ണെ ഏലോ ഏലോ ഏലേലോ ഏലോ ഏലേലോ ഏലേലോ. നിങ്ങൾക്ക് അറിയാലോ, 10-20 കൊല്ലം അങ്ങ് ദുബായി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഈ കാണുന്നതല്ല. പിന്നെ പൊതുപ്രവർത്തനം അതൊരു മറയല്ലേ. ആളുകളെ കൈയെടുക്കാനൊരു തന്ത്രം. ഞങ്ങളെല്ലാം ഇതിന്റെ മനോരഞ്ഞിട്ട് ആരാന്റെ അമ്മയ്ക്ക് നട്ടപ്രാന്ത് പിടിച്ച എനിക്കെന്താ കുഴപ്പം? വല്ലവന്റെ മക്കള് ജാതി മതവും മാറി കല്യാണം കഴിച്ചാല് നമുക്കെന്താ പ്രശ്നം? നടത്തി കൊടുക്കല്ലേ. എന്തായിരുന്നു ഇന്നത്തെ പ്രകടനം? പുരോഗമനവാദിയും മതവിരോധിയുമായ മനുഷ്യൻ അതൊക്കെ ഭരിക്കപ്പെടുന്നത് എന്റെ കുടുംബത്തിൽ കയറി ആരെങ്കിലും കഴിച്ചാൽ വച്ചേക്കില്ല. മഴ തോന്നുന്ന ലക്ഷണമൊന്നുമില്ല. മഴ രാവിലെ കൃത്യസമയത്ത് വന്നേക്കോ. സുശീലേ, സുശീലേ, കുടിക്കാൻ ചൂടാക്കി എടുക്ക്. എന്ത് കാര്യം? ഞാൻ തള്ളത്തിനെ വിളിച്ച് കെട്ടിച്ചു കൊടുത്തു. കൂടെ ഫ്രീ ആയി കുറച്ച് ഉപദേശിച്ചു. ബുദ്ധിമുട്ടല്ലാതെ എന്താവാൻ? ഒരു
ഇരു വീട്ടുകാർക്ക് യോജിച്ചു പോകാൻ നല്ല ബുദ്ധിമുട്ടാ. പിന്നെ ഞാൻ ഒരു വിധം സമാധാനിപ്പിച്ചു. അതേതായാലും നന്നായി. ഇപ്പോഴത്തെ കുട്ടികളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം. എന്തോ കേട്ടില്ല. അതൊക്കെ മറ്റു പല കുടുംബങ്ങളിൽ നടക്കും, ഇവിടെ നടക്കില്ല. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. മാന്യതയുടെ മുഖം കൂടി ധരിച്ച് നടക്കുന്നു. നമുക്കൊന്നും ഒരു മോളുള്ളതല്ലേ. അവിടെ ഞാൻ ഇതുപോലെ ചെയ്താൽ തള്ളയും മോളിൽ കൊന്നുകളി. എന്തിന് കാലവും മാറി ചോരവും മാറി. നിങ്ങൾ പറഞ്ഞനുസരിച്ച് മാറില്ല. പണവും പ്രതാപവും നല്ല കാര്യം, വ്യക്തിത്വമാണ് വ്യക്തിത്വം. അതെ, വ്യക്തിത്വം മനുഷ്യർക്ക് ആവശ്യത്തിനുണ്ട്, അത് മതി. അങ്ങനെ ചെയ്താ നമ്മൾ വളർന്നു കാലഘട്ടം കുട്ടികൾ എത്ര കൂടുതലാണെന്ന് അറിയുന്നു. സ്വന്തമായ അഭിപ്രായവും വ്യക്തിത്വമുള്ളവരാണ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്ന് സംസാരിച്ചാൽ, ഒരു പെൺകുട്ടി മോഡലായി വസ്ത്രം ധരിച്ചാൽ, എല്ലാവരെയും മറ്റൊരർത്ഥത്തിൽ കാണുന്നത് നമ്മുടെ തലമുറയുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. കാഴ്ചയും കാഴ്ചപ്പാടും കണ്ടിരിക്കട്ടെ. അങ്ങനെ ഇതുവരെ വന്നില്ലേ? അങ്ങനെ ഇപ്പൊ പറ്റും. ഒരു മതം സമയത്ത് വൈകിയോ? ഞാൻ അവിടെ പോയി അന്വേഷിച്ചിട്ട് വരാം. പോയി ഈ നിമിഷം ഈ സ്വഭാവം വെച്ച് നമുക്കിത്തിരി സമാധാനം കിട്ടിയിരിക്കും. മഴവിൽപോലെ മഴക്കൊന്നു മഴങ്ങടി, ഇടിവെട്ടുപോലെ മഴക്കൊന്നു മഴങ്ങടി. രാരിക്കല്ലാരോ കിഴക്കന്തേരോ, രാരിക്കല്ലാരോ കിഴക്കന്തേരോ. മഴ പെയ്യുമ്പോലെ മഴക്കൊന്നു മഴങ്ങടി, ഇടിവെട്ടുപോലെ മഴക്കൊന്നു മഴങ്ങടി. ഈ മഴ അടുത്ത കാലത്തും ചോരുന്ന ലക്ഷണമില്ല. ഈ ചെത്തിന് വെള്ളപ്പോയി കിടക്കണം. ഈ മഴയെല്ലാം നനഞ്ഞേക്കാൻ വെച്ചത് തന്നെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മഴ നനഞ്ഞ അപ്പൊ പനി വരും. ഇപ്പോഴത്തെ കുട്ടിക്കാലത്ത് ഒരു ചൊരിയുന്ന മഴയുണ്ട്. എത്ര ഓടി കളിച്ചാലും മഴ മക്കൾ വലിയത് മാത്രമല്ല അതൊക്കെ ശരി തന്നെ. കാറ്റും മഴയും വെയിലൊക്കെ കൊണ്ട് പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്തിരുന്നുണ്ടില്ലേ? പണ്ടുള്ളവർക്കൊക്കെ ഇത്ര ആരോഗ്യം. പണ്ട് എന്റെ അപ്പന്റെ അമ്മയുടെ കൂടെ ആടത്ത് ഞാൻ നടാൻ പോയി. അപ്പോ ചേറിലിങ്ങനെ ഉരുണ്ടും അങ്ങനെ കളിക്കും. നിനക്കറിയോ ചേറിന്റെ മണം? ആ ചേറിന്റെ മണമാണ് കർഷകന്റെ ശരീരത്തിൽ ഇപ്പൊ ആ കൃഷിയൊക്കെ നികത്തി അവിടെയൊക്കെ വലിയ വലിയ പണിമാലികൾ പണിതും. ആകെയുള്ള കൃഷിസ്ഥലത്താണെങ്കിലോ പണിയെടുക്കുന്നത് മുഴുവൻ യന്ത്രങ്ങൾ. അങ്ങും ഇന്നും കർഷകന്റെ അധ്വാനത്തിന് ഒരു വിലയില്ല. ചുരുക്കി പറഞ്ഞാൽ ചേറുമില്ല, ഉണ്ണാൻ ചോറുമില്ല എന്നുള്ള അവസ്ഥയിലായി. അതിനിപ്പോ പാടത്തൊക്കെ പണിയെടുക്കാൻ ആട് വേണ്ടേ? ഇന്നുള്ളവരൊക്കെ വിദേശത്ത് പോയി പഠിക്കാനും അവിടെ ജോലി ചെയ്യാനും ഒക്കെ താല്പര്യം. ചേർന്ന് പറഞ്ഞ ഇന്നുള്ളവർക്ക് ആർക്കും കേൾക്കുന്നില്ല. കാലൊക്കെ മാറിക്കൊള്ളി കൃഷ്ണേട്ടാ. അതൊക്കെ ശരി തന്നെ. കാലത്ര മാറിയാലും ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്റെ ശരീരത്തിന് ചെറുതിന്റെ മണമുണ്ടാവാൻ. നിങ്ങളിങ്ങനെ പറഞ്ഞാണ് പറഞ്ഞു. ഈ ചെക്കനെ അവിടെ പോയി കേട്ടു. അവർ പോയി പിന്നെ ഇങ്ങനെ ആ ചെക്കനെ പോയി അന്വേഷിക്കും.
എന്റെ മോനാ, എന്റെ മോൻ. ഈ മലയൊക്കെ അവന് പൂമാലയാ, പൂമാല. നേതൃത്വത്തോടെ വൈകില്ലോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി. അച്ഛനത് ബഹളം വെക്കാനേ നന്ദൻ എന്റെ കൂടെ വന്നതാണ്. അവളെ നമ്മളൊക്കെ നീ വീട്ടിലോട്ട് താമസിക്കാൻ പോകുന്നത്. അഭി പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിൽ ഞാൻ അഭിയോടൊപ്പം പോകുന്നില്ല. അത് ശരിയാവില്ല, അത് ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല. മക്കളെ, നിങ്ങൾക്ക് വലിയ വലിയ ആളുകളാ, വലിയ വലിയ ആളുകൾ. നിങ്ങൾ തിരിച്ചു നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം. അയ്യോ മോളെ, ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നതാണ്. നിങ്ങളുടെ ഏഴായിരത്തെക്കാണെന്ന യോഗ്യത പോലെ ഞങ്ങൾക്കില്ല. യോഗ്യത നിശ്ചയിക്കുന്നത് ജാതിയും മതവും പണവും സമ്പത്തൊന്നും അല്ല വേണ്ടത്. മക്കളെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും മനസ്സിലാക്കാനുള്ള പഠിപ്പും വിവരമൊന്നും ഞങ്ങൾക്കില്ല. നമ്മൾ വീട്ടിലേക്ക് പോകും, വീട്ടിലേക്ക് പോകും. അച്ഛനത് ഭ്രാന്തായി പറയുന്നത് ഇന്നാമത് തുടങ്ങിയതാണ് ഞങ്ങളുടെ ഇടുന്നത്. ഞങ്ങൾ ഒരിക്കൽ വെച്ചാ മോനെ, മനസ്സ് പറയുന്നത് കേൾക്കണം. മനുഷ്യൻ എത്ര പുരോഗമനം പ്രചരിച്ചാലും അവന്റെ മനസ്സ് മാറാൻ വളരെ പ്രയാസമാണ്. ഞങ്ങൾക്ക് നീ മാത്രമല്ലേ മക്കളെ. എന്റെ മകനെ ഒരുക്കി കൊടുക്കേ, വീട്ടിലേക്ക് പോകും. അയ്യോ അച്ഛൻ വിഷമിക്കാതെ, ഞങ്ങൾ പ്രായപൂർത്തിയായവര്. ഞങ്ങൾ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ആർക്കൊപ്പം? അയ്യോ എടാ, നീയല്ലേ എന്റെ മകൻ? വിശദമായിട്ടൊന്നും പറയും കേൾക്കട്ടെ. പോയിട്ടില്ല. ഈ സാധനം അങ്ങോട്ട് പോയത് രണ്ട് കണ്ണുകൊണ്ട് അത് തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെ കണ്ടു. അല്ല, ഇടവകയെ രസികനാണെന്ന് തോന്നുന്നു. യവനെ ഞാനന്ന് രണ്ടാമത്തെ സിനിമയിട്ട് ഒന്നും വിളിച്ചിരിക്കുകയാണ്. അപ്പോ ഊരിട്ട് ആന ഒന്ന് മുട്ടിയാൽ അറിയില്ല. അങ്ങനെയുള്ളവളെ നടുപാതിയിൽ കുളിക്കേ കിടക്കണ ചാണകത്തിൽ ചവിട്ടി വെച്ചോ രണ്ട് കാര്യം ചാണകം ആ വീട്ടിലേക്ക് ശരിയാണ്. ഇന്നത്തെ കാലത്ത് ആൾക്കാരെ ഈ കൗമാരികളെ അതിന് തിരിഞ്ഞ് കിടക്കുന്ന കന്നുകാലികളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെന്തെങ്കിലും എത്തിയാൽ അല്ല താമ ഈ കന്നുകാലികളുടെ കണക്കെടുക്കാൻ വന്നു, അത് കൊലപാതകത്തിന്റെ വിസ്താരത്തിൽ വന്നു. ആ മുറ്റത്തെ പൈപ്പുകളുടെ കഴിയെന്ന് പറഞ്ഞ് ആ വീടുകളിൽ നിന്നും ശബ്ദവും കേട്ടിരുന്നോ? ഈ സാധനത്തേക്കാ വിളിച്ചു പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഞാൻ അവിടെ പോയിട്ടേ ഇല്ല. എന്നെ വിട്ടാ മതി. വിരുദ്ധമായിട്ടൊരു കാര്യം പറയുന്നു. തന്റെ ചോദ്യം കേട്ട ആരാണോ സത്യം പറയുന്നത്? എല്ലാവരും വെളിയിൽ നിൽക്കും. ഞാൻ ഭാസ്കരായിട്ട് സംസാരിക്കണം. ഭാസ്കര ഇങ്ങനത്തെ ഇറങ്ങി പാടാ. അവിടെ ഒരു സഞ്ചി കോടതിയിൽ കള്ളൊക്കെ പിടിക്കാൻ
വലിയ വലിയ ആൾക്കാർ കുടിക്കുന്ന കോച്ച് കുപ്പി ആദ്യമായിട്ടൊന്ന് നാട്ടിൽ കാണുന്നത്. ആ മനസ്സിൽ കരുതിയ പോലെ തന്നെ പോളടിച്ചു. എനിക്ക് വെള്ളം ഒഴിക്കാതെ പെട്ടെന്ന് ഒഴിക്കാതെ ഒഴിക്കാം. എത്ര പേരെ കാര്യങ്ങൾ മുന്നിൽ പറഞ്ഞു. ഒരു കാര്യം നല്ല പാട്ടുകാരനാണ്. ഒരു കഥകളിൽ വന്നിരിക്കുന്നു. കഥകളി പദവാ എനിക്കൊക്കെ ആകെപ്പാട് തൊഴിലെ കണ്ടിട്ടുള്ളൂ. കഥകളി പടം പാടി കണ്ടിന്ന് കേൾപ്പാടി നോക്കാൻ പറ്റുമോ? എന്റെ കേസ് കുറിച്ചുമോ ചേർത്താൻ വേണ്ടി ഒരു കരിഞ്ഞിട്ട് എവിടെ ഞാനേ രണ്ടുമൊഴി പാടട്ടെ. നീ പാട. അജിത ഈ പാക്കല് തെങ്ങും തേങ്ങ പൊട്ടിയാണ്. ഈ കഥകർക്കണ മാസം കാലത്ത് പണിയും കഴിവൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോ പാവപ്പെട്ടവന്റെ പണിയില് പട്ടിണിയാണ് അവനെ മുഴുവൻ പട്ടിണി. കൊണ്ടാണ് നീ രണ്ട് തേങ്ങയെ പൊട്ടിക്കുള്ളൂ. പക്ഷേ തേങ്ങ പൊട്ടിക്കാൻ പോയപ്പോൾ വേറെ കഴിഞ്ഞില്ല. വള്ളിയുള്ളിൽ തെറ്റാതെ ഈ തങ്കപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ എങ്ങനെയാണ് കണ്ട കാഴ്ച നാം മാറ്റി വെക്കുന്നത്? തുറന്നാണെങ്കിൽ പറയാലേ ഞാനവിടെ കൃത്യമായിട്ട് പറയണ്ടേ? പറയണ 4 രാത്രി 10-11 മണിയാകുമ്പോ ആ വീട്ടിന്റെ മതിൽ ചാടിക്കളഞ്ഞ് തുണികൾക്കുള്ളിൽ പോയി അരിച്ച് കൊറിക്കാൻ നോക്കുമ്പോ 5-6 തേങ്ങ കെട്ടി അതിനെ ഒരു കുട്ടിച്ചാക്കി നിറച്ച് തോളിലിങ്ങനെ വെച്ച് പതിയെ മെല്ലെ കൂടി നടക്കുന്നു. അകത്തിനുള്ളിൽ ഒരേ നിലവിളി. ആ ദേവി ചാക്കി അവിടെ ചെറുവിലായിരുന്നു പോയി ഒരു മൊത്ത ശരീരമുള്ള ഒരു പാവി മനുഷ്യൻ ഒരു പെണ്ണിന്റെ നേർക്ക് ഒരു ചിക്കെടുത്തിട്ട് ഒരച്ഛൻ വാങ്ങിലാണ് നോക്കാൻ കണ്ടോ? അയ്യോ
തേങ്ങാക്ക് ഈ കേസിൽ മൂന്നാം സാക്ഷി ഭാസ്കരൻ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ തുടർന്നുള്ള സാക്ഷി വിസ്താരം അടുത്ത മാസം 10-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കും. അടുത്ത കേസ് വിളിക്കും. ഈ കേസിലെ വാദി എന്റെ കക്ഷിയുമായ നിയമപരമായി ഇവരും പ്രായപൂർത്തിയായവരും തൊമ്മനത്തലയെ ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആയതിനാൽ വീട്ടുതലത്തിലുള്ള നന്ദയെ പൊറപ്പിക്കുവാനും അവരുടെ ആഗ്രഹപ്രകാരം ഒരുമിച്ചിരിക്കുവാനും ഈ കോടതി നടപടികൾ കൈക്കൊള്ളുന്ന ലിഖിതമായി തെളിവുകൾ ഹാജരാക്കുന്നു. എതിർഭാഗം നൽകിയിട്ട് പറയാം. എന്റെ കക്ഷി മനോരമയിലേക്ക് മന്ദനെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് ഈ വിവാഹം നടത്തിയിരിക്കുന്നത്. ആ വിവാഹം മനസ്സിലാക്കി എന്റെ കക്ഷി എന്റെ മന്ദനെ മനോരമയിലേക്ക് വിട്ടുകൊടുക്കുന്നത് താങ്കളോട് അപേക്ഷിച്ചുകൊടുക്കുകയാണ്. നന്ദനയ്ക്ക് എന്തെങ്കിലും പറയാം? ഞങ്ങൾ മെച്ചൂർഡായവരാണ്. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവയെ വിവാഹം ചെയ്തത്. അതിനാൽ ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ ദയവായി ബഹുമാനപ്പെട്ട കോടതിയെ അനുവദിക്കുന്നു. ഈ കേസിലെ വാദി അഭിലാഷ് എതിർഭാഗം മനോഹരൻ പിള്ളയുടെ മകൻ നന്ദനയും പ്രായപൂർത്തിയായവരും രജിസ്റ്റർ വിവാഹം ചെയ്തവരുമാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇവരുടെ ആവശ്യം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. ആയതിനാൽ ഇരുവരെയും ഒരുമിച്ച് ജീവിക്കുന്നതിന് കോടതി അനുവദിച്ചിരിക്കുന്നു. മാതാപിതാക്കളോടും കുട്ടികളോടുമായി കോടതിക്ക് ചിലത് പറയാനുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും വേണ്ടെന്ന് വെച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളാണ് അധികം. മക്കൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ മാതാപിതാക്കളെയോ അവരുടെ ആഗ്രഹങ്ങളെയോ ചെവിക്കൊള്ളാതിരിക്കുന്നത് നല്ല പ്രവണതയായി തോന്നുന്നില്ല. അതുപോലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കൾ വളർന്നു വരുന്നതിനനുസരിച്ച് നിങ്ങളും മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾ നമ്മളെ പോലെ തന്നെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഓരോ വ്യക്തികളാണെന്ന് ബോധ്യപ്പെടുക തന്നെ വേണം. എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന സൗഹൃദങ്ങളായിരിക്കണം മാതാപിതാക്കളും മക്കളും മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും ആശംസിക്കും. കോടതി ഉച്ചഭക്ഷണത്തിലേക്ക് ജാതിയും മതവും മരിച്ചാലേ മനുഷ്യൻ ജനിക്കൂ. അതോടൊപ്പം ഇതിന്റെ അഭിനേതാക്കളെ പരിചയപ്പെടുത്തുകയാണ്. മറ്റ് പാർട്ടി പ്രസിഡന്റ് പ്രമീള സെക്ഷന് അഡ്വക്കേറ്റ് പി പ്രജ്ഞ, പാർട്ടി കലാകാരൻ പ്രമേശി, ഉപദേശ് വടവന്നൂർ, മുരളി മംഗളി, ഷാജഹാൻ, സുനിത, ദിൽഷൻ ശങ്കർ, അഭിലാഷ്, നന്ദന അശോക് ഇവരാണ് നാളെ വിളിച്ചത്. ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകുവാൻ പ്രശസ്ത ഗായികയായിട്ടുള്ള മഞ്ജു മേനോനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്യാബിനറ്റ് പ്രസിഡന്റ് രവി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
മതിയില്ല.